ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് 41 വർഷം തികയുകയാണ്. 1984 ഈ ഓപ്പറേഷനിലാണ് ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയ്ക്കെതിരെ നടപടി സ്വീകരിച്ചത്. ഓപ്പറേഷനിൽ ഭിന്ദ്രൻവാല സൈന്യത്തിന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. 1984 ജൂൺ 1-നും ജൂൺ 6-നും ഇടയിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയ്ക്കെതിരെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആരംഭിച്ചു. ഈ ഓപ്പറേഷനിൽ 4 ഓഫീസർമാർ ഉൾപ്പെടെ 83 സൈനികരാണ് രക്തസാക്ഷികളായത്. 514 തീവ്രവാദികളും സാധാരണക്കാരും കൊല്ലപ്പെട്ടു. സുവർണക്ഷേത്രത്തിലുണ്ടായിരുന്ന അകാൽ തഖ്തിനും ഈ ഓപ്പറേഷനിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. ഇന്ത്യയുടെ അഖണ്ഡത തകർക്കാൻ ഇന്ദിരാഗാന്ധി ഭിന്ദ്രൻവാല എന്ന ഖാലിസ്ഥാൻ ഭീകരനെ ഉപയോഗിച്ചു. റോയുടെ മുൻ സ്പെഷ്യൽ സെക്രട്ടറി GPS സിദ്ധുവിന്റെ വെളിപ്പെടുത്തൽ എന്നും കാലിക പ്രാധാന്യം ഉള്ളത് തന്നെയാണ്. ഹിന്ദുവിനെതിരെ കോൺഗ്രസിന്റെ നയം എന്തായിരുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ അഖണ്ഡത ആപത്തിലാണ് എന്ന് തോന്നിപ്പിക്കുന്നതിനായി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഭിന്ദ്രൻവാലയെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. 1984 ജൂൺ 6-ന് സുവർണക്ഷേത്രത്തിൽ നടത്തിയ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നീക്കത്തിൽ കൊല്ലപ്പെട്ട ഭീകരവാദിയായിരുന്നു ഭിന്ദ്രൻവാല. അന്ന് ഞാൻ കാനഡയിലായിരുന്നു. കോൺഗ്രസ് എന്തിനാണ് ഭിന്ദ്രൻവാലയെ പിന്തുണയ്ക്കുന്നത് എന്ന് ജനങ്ങൾക്കിടയിൽ ചോദ്യമുയർന്നു. അപ്പോൾ കോൺഗ്രസ് നേതാവ് കമൽനാഥ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഏറെ അനുയായികളുള്ള ഒരു സന്യാസിയെ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇതിനുവേണ്ടി ഞങ്ങൾ ധനസഹായം കൈമാറിയിട്ടുണ്ട് എന്നായിരുന്നു കമൽനാഥ് പറഞ്ഞതെന്നും സിദ്ധു വെളിപ്പെടുത്തുന്നു. കമൽനാഥിനു പുറമെ ഇന്ദിരാഗാന്ധിയുടെ മകനും മുൻ MP സഞ്ജയ് ഗാന്ധിയും ഭിന്ദ്രൻവാലയ്ക്ക് പണം കൈമാറിയിട്ടുണ്ട് എന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഖാലിസ്ഥാൻ എന്നത് ഭിന്ദ്രൻവാലയുടെ ലക്ഷ്യം ആയിരുന്നില്ല. ഇന്ദിരാഗാന്ധി ഭിന്ദ്രൻവാലയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയായിരുന്നു എന്ന് ഭീകരൻ തന്നെ പറഞ്ഞിരുന്നതായും സിദ്ധു വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ഹിന്ദുക്കളെ ഭയപ്പെടുത്താൻ ഒരു നേതാവിനെ ആവശ്യമായിരുന്നു. ഭിന്ദ്രൻവാലയെ ഉയർത്തിക്കാട്ടി അക്കാലത്തുണ്ടായിരുന്ന മറ്റു പ്രശ്നങ്ങളെ അടിച്ചൊതുക്കുന്ന രീതിയാണ് ഇന്ദിരാഗാന്ധി പ്രയോഗിച്ചത് എന്നും സിദ്ധു പറയുന്നു. NIA-യുടെ ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഈ വെളിപ്പെടുത്തൽ 2 വർഷങ്ങൾക്ക് മുൻപ് നടത്തിയത്. എല്ലാറ്റിന്റെയും തുടക്കം പഞ്ചാബിന്റെ മണ്ണിൽ ഖാലിസ്ഥാനി പ്രസ്ഥാനത്തിന്റെ വേര് പിടിക്കുന്നതിൽ നിന്നാണ്. ഖാലിസ്ഥാൻ എന്നതൊരു സിഖ് രാഷ്ട്ര സങ്കല്പമാണ്. ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വേർപെട്ടുകൊണ്ട് സിഖുകാർക്ക് മാത്രമായി ഒരു പരമാധികാര രാഷ്ട്രം സാധ്യമാണ് എന്ന ചിന്ത ഉടലെടുക്കുന്നത് 40കളിലും 50കളിലുമൊക്കെയാണ്. എങ്കിലും ദംദമി തക്തൽ എന്ന പ്രസ്ഥാനവുമായി മുന്നോട്ട് വന്ന ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയാണ് ആ തീപ്പൊരിക്ക് കാറ്റു പകരുന്നത്. പഞ്ചാബിൽ ശക്തി ആർജിച്ചുകൊണ്ടിരുന്ന അകാലിദളിനെതിരെ നിൽക്കാൻ വേണ്ടി കോൺഗ്രസ് തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഭിന്ദ്രൻവാല ഒടുവിൽ കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ട് വളരെ വിഘടനവാദപരമായ പ്രസംഗങ്ങൾ നടത്താൻ തുടങ്ങിയത് ഇന്ദിരാഗാന്ധിക്ക് തലവേദന സൃഷ്ടിച്ചിരുന്നു. 1982 തന്റെ ആസ്ഥാനമായ ചൌക്ക് ഗുരുദ്വാരയിൽ നിന്ന് ആദ്യം സുവർണക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഗുരുനാനാക്ക് നിവാസിലേക്കും പിന്നീട് അതിനുള്ളിലെ അകാൽ തഖ്തിലേക്കും തന്റെ ആസ്ഥാനം മാറ്റിയത്, ഒരർത്ഥത്തിൽ അവിടേക്ക് ബലം പ്രയോഗിച്ചു കടന്നു കയറിയത് കേന്ദ്രത്തെ ചൊടിപ്പിച്ചിരുന്നു. അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ISI സഹായത്തോടെ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച് ആകെ ശല്യക്കാരനായി മാറിയിരുന്ന ഭിന്ദ്രൻവാലയുടെ രാഷ്ട്രീയ ഉന്മൂലനം തന്നെയായിരുന്നു പിന്നീടുള്ള സൈനിക ഇടപെടലിന്റെ പ്രഥമ ലക്ഷ്യം. സുവർണക്ഷേത്രത്തിൽ തലകുനിക്കേണ്ടി വന്നതിന്റെ അപമാന ഭാരം പേറുന്നവരാണ് ഖാലിസ്ഥാൻ ഭീകരവാദികൾ. അടിച്ചമർത്തിയിട്ട് പതിറ്റാണ്ടുകളായിട്ടും പൂർവാധികം ശക്തിയോടെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ. ഖാലിസ്ഥാനികളുടെ പത്തി നോക്കി ഇന്ദിരാഗാന്ധി അടിച്ചിട്ടും ആവശ്യം അടുത്ത തലമുറയിലേക്കും പകർന്നു. ഇന്ന് വീണ്ടും ഖാലിസ്ഥാനികൾ തലപൊക്കി രാജ്യത്തിന് ഭീഷണിയായി തന്നെ തുടരുകയാണ്. പക്ഷെ പത്തി നോക്കി അടിക്കുകയല്ല, വേരോടെ പിഴുതെറിയുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് വെല്ലുവിളികൾ ഇനിയും ഉയർത്തി ഖാലിസ്ഥാനികൾ ഇത്തിൽ കണ്ണി പോലെ വളർന്ന് പന്തലിക്കും. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ അടിച്ചൊതുക്കപ്പെട്ട വിഭാഗം ഉണങ്ങാത്ത മുറിവുമായാണ് ഭാരതത്തിൽ കഴിഞ്ഞുകൂടിയത്. രാജ്യത്തിന് പുറത്തുള്ള ശക്തികളെയല്ല, അകത്തുള്ള രാജ്യദ്രോഹികളെയാണ് മുളയിലെ നുള്ളേണ്ടത്. രാജ്യം കണ്ട ഏറ്റവും വലിയ സൈനിക നീക്കത്തിലൂടെ ഖാലിസ്ഥാനികളെ കൊന്നു തള്ളി എങ്കിലും ഭാരതത്തിന് നഷ്ടമായത് കരുത്തുറ്റ ഒരു ഭരണാധികാരിയെ ആയിരുന്നു. രാജ്യത്തിന്റെ ഐക്യമായിരുന്നു, മത സാഹോദര്യമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ജീവനെടുത്തവർ ഇന്ന് മോദിയെ തകർക്കാൻ കോപ്പുകൂട്ടുന്നുണ്ട്. ഇന്ദിരയെ തീർത്തെങ്കിൽ എന്തുകൊണ്ട് മോദിയെ ആയിക്കൂടാ എന്നാണ് ഖാലിസ്ഥാന്റെ പുതുതലമുറ ഇന്ന് ഉയർത്തുന്ന വാദം. ന്യൂസ് ഡെസ്ക് കർമാനസ്.